ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മമ്മൂസ് ടോക്സ്. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്, സ്പെഷ്യൽ മുട്ടക്കറി. ഇന്ന് ഉണ്ടാക്കാനുള്ളൊരു കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെന്താവോ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് പത്തിരിയും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു അടിപൊളി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നല്ല കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കാനൊരു കൊതി. പിന്നെ കൊതി വന്നാൽ നമുക്ക് ഉണ്ടാക്കണം എന്നാണല്ലോ, വീട്ടിലുണ്ട് സാധനങ്ങൾ. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മാരോട് കുറച്ച് പത്തിരി ഉണ്ടാക്കി തരാൻ പറഞ്ഞു, മുട്ടക്കറി ഞാൻ സെറ്റാക്കി കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നതിനിടയിൽ ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് എല്ലാവരും ചെയ്യുന്ന പോലെ അതേ ചട്ടി ചൂടാക്കി അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന്. പിന്നെ എനിക്ക് മാത്രമായത് കാരണം ഞാൻ അതേ കുറച്ച് ഒരു 1.5 എണ്ണം കേട്ടോ സവാള ചെറിയ സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ അതരിഞ്ഞു അതിലിട്ട് കൊടുത്തു. ഓയിൽ ചൂടായിൽ എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സവാള വാടുന്നതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു കുഞ്ഞി പീസ് ഇഞ്ചിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നല്ല മിക്സാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 കുഞ്ഞി തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂട്ടി നല്ല പോലെ മിക്സാക്കി എടുത്തു. നല്ല മിക്സായിട്ട് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിലോട്ട് വേണ്ട മസാലകളും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ നെക്സ്റ്റ്. അങ്ങനെ ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഐഡിയ പോലെ പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഗരം മസാലയുടെ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ, മല്ലിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചിക്കൻ മസാലയുടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്, അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഓൾറെഡി ഞാൻ നേരത്തെ സവാള വാട്ടുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈക്വലാക്കിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. നല്ല പോലെ മിക്സാക്കി എടുത്തു. പിന്നെ ഞാൻ കുറച്ച് നാളികേരം ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് പാലാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. സാധാരണ നിങ്ങൾക്ക് അതിന് പകരം വെള്ളം ആഡ് ചെയ്തിട്ട് കറിയാക്കാം. ഞാൻ ഇത്തിരി കട്ടി വരാനും ആ ഒരു ടേസ്റ്റിന് മാറ്റം വരാൻ വേണ്ടിയിട്ടും ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേപ്പിലിടാം. എൻ്റെ വീട്ടിൽ വേപ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്നേക്കാണ് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ കുറേ ആയിട്ട് ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ ഫുഡിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കൊതി വരില്ല. അങ്ങനെ നമ്മളിങ്ങനെ കാണും കേട്ടോ. അങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ മനസ്സിലങ്ങനെ കരുതി വെക്കും. ചില സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഒരു ഫുഡിന് അങ്ങനെ മൈൻഡിലേക്ക് വരാം. അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പത്തിരി മുട്ടക്കറി. എന്താണ് എനിക്കത് തോന്നാനുള്ള കാര്യം എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തോ തോന്നിയപ്പോൾ അപ്പം എന്തായാലും ഉണ്ടാക്കി കഴിക്കണം എന്നൊരു ഇത് വന്നു. അങ്ങനെ കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാൻ ഒരു മുട്ടയെ പുഴുങ്ങിയുള്ളൂ കേട്ടോ എനിക്ക് മാത്രം. അത് ഞാൻ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കൊടുത്ത് അങ്ങനെ നമ്മളുടെ അതായത് ഫുഡ് കഴിക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ പ്ലേറ്റ് എടുത്ത് ഞാനൊരു 3 പത്തിരി ഇട്ടാ കുറേ എടുത്തിട്ട് ഞാൻ വേസ്റ്റ് ആക്കും. അപ്പോൾ അതിനും ഒരു 3 പത്തിരിയും കറിയൊക്കെ ഒഴിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഉള്ളത് പറയാലോ, ഞാൻ കഴിച്ചിട്ട് ഞാൻ കുറേ നാളായിട്ടുണ്ട് ഒരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഉമ്മയാണ് ഫുഡ് ഉണ്ടാക്കൽ. എക്സാമും കാര്യങ്ങളൊക്കെ ആയത് കാരണം
പക്ഷേ എൻ്റെ മൈൻഡിൽ എനിക്കിങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താവോ ഭയങ്കര ഇഷ്ടത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല സക്സസ് ആവാറുണ്ട്. ഇതതുപോലെ സക്സസ് ആയി, എല്ലാ ചേരുവയും അടിപൊളിയായിട്ട് വന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ വന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നന്നായിട്ടിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു റെസിപ്പി. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.